SIR കരട് പട്ടിക പ്രകാരം ഏറ്റവും അധികം വോട്ടർമാർ പുറത്താക്കപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP മുന്നേറിയ മണ്ഡലങ്ങളിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ മണ്ഡലങ്ങളിലാണ് വലിയ തോതിൽ വോട്ടർമാർ കുറഞ്ഞത്. കേരളത്തിൽ ആദ്യമായി BJP വിജയിച്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJP മുന്നിലെത്തിയ 6 നിയമസഭാ മണ്ഡലങ്ങളിലും വലിയൊരു വിഭാഗം വോട്ടർമാർ തീവ്രപരിഷ്കരണത്തിൽ പുറത്തായി. ഒല്ലൂർ 30,364, തൃശൂർ 28,883, നാട്ടിക 22,983, ഇരിങ്ങാലക്കുട 17,912, പുതുക്കാട് 18,489, മണലൂർ 19,573 എന്നിങ്ങനെയാണ് കണക്കുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവരെ BJP വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് SIR പട്ടികയിൽ ഇത്തരം ഒരു വ്യത്യാസം പ്രകടമാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP രണ്ടാമതെത്തിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 23,507 പേർ പട്ടികയിൽ നിന്ന് പുറത്തായി. കണ്ടെത്താൻ കഴിയാതെ ഒഴിവാക്കപ്പെട്ടവരും കൂടുതൽ പാലക്കാടാണുള്ളത്. 15,922 പേരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. BJP രണ്ടാം സ്ഥാനത്തെത്തിയ മലമ്പുഴ നിയോജക മണ്ഡലത്തിലും 29,039 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അതേസമയം സംസ്ഥാനത്തെ ഏറ്റവും അധികം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് BJP പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിലാണെന്നും ആക്ഷേപങ്ങളുണ്ട്. സംസ്ഥാനത്ത് BJP A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് കണക്കാക്കുന്ന 14 മണ്ഡലങ്ങളാണ് ഏറ്റവും കൂടുതൽ പേർ പുറത്താക്കപ്പെട്ട ആദ്യത്തെ 20 മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്നത്. തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, പാലക്കാട്, ദേവികുളം, തൃപ്പൂണിത്തറ, എറണാകുളം, തൃക്കാക്കര, പാറശാല, ഒല്ലൂർ, കൊച്ചി, തൃശൂർ, മലമ്പുഴ, ആറന്മുള, കോവളം, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കോഴിക്കോടിനോർത്ത്, പീരുമേട് മണ്ഡലങ്ങളാണ് കൂടുതൽ വോട്ട് ഒഴിവാക്കിയ ആദ്യ 20 മണ്ഡലങ്ങൾ. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നാണ് കരട് പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ പേർ പുറത്തായിരിക്കുന്നത്. 54,627 പേരാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത്. വട്ടിയൂർക്കാവ് 49,740, നേമം 45,618 എന്നിവയാണ് പട്ടികയിൽ മുന്നിലുള്ളത്. 25,000-ലധികം വോട്ടർമാർ നീക്കം ചെയ്യപ്പെടുമെന്ന് കരട് പട്ടിക വ്യക്തമാക്കുന്ന മണ്ഡലങ്ങളിലും മുൻനിരയിൽ BJP സ്വാധീന മണ്ഡലങ്ങളെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.